എനിക്ക് ഈ അടുത്ത് ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ക്ലയൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡായിട്ട് ഒന്ന് ഫ്രീഡത്തോടു കൂടി ഇരിക്കാനോ, ഓപ്പണായിട്ട് സംസാരിക്കാനോ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനോ, സിനിമ കാണാനോ പോലുള്ള അനുവാദങ്ങളില്ല എന്നുള്ളതാണ്. ഈ കുട്ടി ജനിച്ചു വളർന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഫ്രീ ആയിട്ടുള്ള, എല്ലാം വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന, അതിൻ്റേതായ ഒരു ഹെൽത്തി ബൗണ്ടറീസും ഹാപ്പിനെസ്സും ഉള്ളൊരു ഫാമിലിയിലായിരുന്നു. പക്ഷേ ഈ കുട്ടി വിവാഹം കഴിച്ചു പോയ വീടെന്ന് പറയുന്നത് ഒരുപാട് റെസ്ട്രിക്ഷൻസും ഒരുപാട് ഓവറായിട്ടുള്ള എത്തിക്സും വാല്യൂസും കൊണ്ട് നടക്കുന്ന ഒരു ഫാമിലിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഫാമിലീസ് തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ് കൊണ്ട് തന്നെ ഇവരുടെ റിലേഷൻഷിപ്പിനകത്ത് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാനായിട്ട് തുടങ്ങി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവിടെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണ്ടത് ഫാമിലീസ് തമ്മിലല്ല. കാരണം നമുക്കൊരിക്കലും പഴയ ജനറേഷനിലുള്ള ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനോ തിരുത്താനോ ഒന്നും കഴിയില്ല. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ആസ് എ പാർട്ട്നേഴ്സ് അവർ ചെയ്യേണ്ട കാര്യം തുറന്ന് സംസാരിക്കാനും അവർക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും പുറത്തു പോവുകയും അവരുടേതായ ഒരു മിംഗ്ലിങ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്.